വിഴിഞ്ഞത്തെ അദാനി പോർട്ടിലെ ഓഹരി വിൽപ്പനയെ തുടർന്ന് CPMലെ ഭിന്നതയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയമായി കോൺഗ്രസിനെ എതിർക്കാനായിരുന്നു CPMന്റെ നേതൃത്വം തീരുമാനിച്ചതെങ്കിലും ഈ കാര്യത്തിൽ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ ഭിന്നത ഇപ്പോൾ പരസ്യമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അദാനി ആയിട്ടുള്ള കരാർ നടത്തുന്നതും അതിൽ മുൻകൈ എടുക്കുന്നതും. പക്ഷേ പിന്നീട് വന്ന പിണറായി വിജയൻ സർക്കാർ ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇത് തങ്ങളുടെ നേട്ടമായിട്ട് അവതരിപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. ഇന്ത്യ രാജ്യത്തെമ്പാടും അദാനിക്കെതിരെ വലിയ പ്രചരണം നടത്തുന്ന CPM ആ CPMന്റെ പാർട്ടി ഓഫീസിലേക്ക് എന്തിനാണ് അദാനി, അതായത് യഥാർത്ഥ അദാനി, വലിയ അദാനി തന്നെ വന്നത് എന്നുള്ളതിന് ഒരു മറുപടി പറയാൻ പോലും CPMന് തയ്യാറായിട്ടില്ല. കാരണം അദ്ദേഹം എന്തിനാണ് ഒരു പാർട്ടി ഓഫീസിൽ, അദാനി എന്തിനാണ് ഒരു പാർട്ടി ഓഫീസിൽ പോകുന്നത്? അദാനിക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോവാം, അല്ലെങ്കിൽ അദാനിക്ക് ഉദ്യോഗസ്ഥന്മാരെ കാണാം, ആ വകുപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ കാണാം. എന്തിനാണ് ഒരു പാർട്ടി ഓഫീസിൽ അദാനി പോയത്? എന്തിനാണ് അദാനിയെ സ്വീകരിച്ചിരുത്തിയത് CPM? കാരണം ആരെങ്കിലുമൊക്കെ CPMന്റെ ഓഫീസിലേക്ക് വിളിക്കാതെ അദാനിക്ക് കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാം, അല്ലെങ്കിൽ തുറമുഖം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനെ കാണാം എന്നൊക്കെ പറയാമായിരുന്നു. അപ്പോൾ ഇവിടെ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്കെതിരായിട്ട് അദാനി ബി ജെ പി എന്നൊരു പ്രചരണമാണ് അവർ നടത്തിയിരുന്നത്. പക്ഷേ ആ പ്രചരണത്തിലേക്ക് കുന്തമന ഒടിയുന്ന ഒരു രീതിയായിരുന്നു ആദ്യഘട്ടത്തിൽ നാം കണ്ടത്. ഇപ്പോൾ ഇതാ വീണ്ടും പുതിയ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നിരിക്കുന്നു. ആ ഗവൺമെൻറ് വന്ന ഉടനെയാണ് അദാനി പോർട്ടിൻ്റെ ഓഹരികൾ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയായ MSCക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക്, കേരളത്തിന്, വിഴിഞ്ഞത്തിനൊക്കെ ഗുണമാണ് ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ലോകത്തിൽ ഏറ്റവും അധികം ഷിപ്പിംഗ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഏറ്റവും അധികം കുത്തകയുള്ളത് MSCക്കാണ്. ആ MSCക്ക് അദാനി പോർട്ടിൽ പങ്കാളിത്തം ലഭിക്കുന്നതോടുകൂടി അദാനി പോർട്ടിൻ്റെയും അത് വർദ്ധിക്കുകയാണ് ചെയ്യുക. സ്വാഭാവികമായിട്ടും സർക്കാർ മുടക്കിയ എത്ര കോടിയാണ്, 13,000 എത്ര കോടിയാണ് മുടക്കിയതെങ്കിൽ അതിനേക്കാൾ ഗുണം സർക്കാരിനാണ് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിനാണ് കിട്ടാൻ പോകുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അദാനി പോർട്ടിൻ്റെ ഓഹരി വിറ്റതിനെ എതിർക്കാൻ പോവരുത് എന്ന് CPMലെ ഒരു വിഭാഗം പറയുന്നത്. നേരത്തെ തന്നെ CPMന്റെ മുഖപത്രം ദേശാഭിമാനി, ആ ദേശാഭിമാനി അതിനെ പ്രകീർത്തിക്കുകയാണ്. കാരണം ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ ഈ ഒരു ഇടപാടിനെ വിമർശിക്കുന്നു. അദ്ദേഹം പറയുന്നത് സെബിയോട് അനുവാദം ചോദിച്ചു, സംസ്ഥാന സർക്കാരിനോട് അനുവാദം ചോദിക്കുകയാണ് ചെയ്തത്, ഇതൊരു ഒത്തുകളിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിനോട് അനുവാദം ചോദിച്ചിട്ടില്ല, തങ്ങളത് അതിൻ്റെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് എന്നവർ പറയുകയും ചെയ്തു. ഇവിടെ EP ജയരാജനെ പോലുള്ള നേതാക്കൾ, ഒരിക്കലും അദ്ദേഹം പിണറായി വിജയനെ വിമർശിക്കാത്ത ആളാണ് EP ജയരാജൻ. അദ്ദേഹം പരസ്യമായിട്ട് ഈ CPMന്റെ നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. EP ജയരാജൻ പറയുന്നത് എന്താണ്? ഇത് കേരളത്തിന് ഗുണകരമാണ്. ഈ ഒരു പ്രക്രിയയെ, ഈ ഒരു നടപടിയെ എതിർക്കുന്നത് മൂലം ഇതിൻ്റെയൊക്കെ ഗുണം, ഇതൊക്കെ ചെയ്തതൊക്കെ കോൺഗ്രസ്സുകാരാണ്, നമ്മളൊന്നും ചെയ്തില്ല എന്നുള്ളൊരു ധാരണ വരും. അപ്പോൾ അതിന് ക്രെഡിറ്റ് മുഴുവൻ കോൺഗ്രസ്സിനെ കിട്ടാൻ മാത്രമേ ഇത്തരത്തിൽ ഈ പദ്ധതിയെ എതിർക്കുന്നതിലൂടെ നടക്കൂ എന്നാണ് പറയുന്നത്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ദേശാഭിമാനി പത്രത്തെ പോലും തള്ളിപ്പറയാണ് ചെയ്തത്. ദേശാഭിമാനി സ്വരാജും പുത്തലത്ത് ദിനേശനൊക്കെയാണ് ദേശാഭിമാനി നോക്കി നടത്തുന്നത്. അവരെന്താ പറഞ്ഞത്? ദേശാഭിമാനി ഇതൊരു സർക്കാരിൻ്റെ നേട്ടമായിട്ട്, മുൻ സർക്കാരിൻ്റെ നേട്ടമായിട്ട് ചിത്രീകരിക്കുന്ന സമയത്ത് അതിനെ തള്ളിപ്പറയുകയാണ്. കാരണം പത്രക്കാർക്ക് വിവരമില്ലാത്തത് കൊണ്ട് ചെയ്തതാണ് എന്ന് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് CPMനകത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിസന്ധി. ഇപ്പം നേരത്തെ തന്നെ CPM അവർ അപ്രതീക്ഷിതമായിട്ട്, കാരണം അവരുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞത് എന്തു തന്നെയായാലും CPM മൂന്നാം ഭരണം, തുടർ ഭരണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലും അവർക്കൊരു ഭരണത്തിൽ നിന്ന് പോകുമെന്നൊരു പ്രതീക്ഷയേ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിൽ അവർക്ക് ഒരിക്കലും എത്താൻ കഴിഞ്ഞിരുന്നില്ല. പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് അടപടലം പൊട്ടുന്നതാണ് കണ്ടത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും ഒക്കെ തന്നെ CPM വിമതർ ആരൊക്കെയാണോ ഇതുവരെ CPMന്റെ ഭാഗമായിരുന്നത് അവർ പാർട്ടി നേതൃത്വത്തിനെതിരായിക്കൊണ്ട് UDFന്റെ പിന്തുണയോടുകൂടി മത്സരിച്ച് ജയിക്കുന്നു. പയ്യന്നൂരിൽ ജയിക്കുന്നു, തളിപ്പറമ്പിൽ ജയിക്കുന്നു, അതേപോലെ തന്നെ അമ്പലപ്പുഴയിൽ ജയിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് പ്രശ്നമുണ്ടായി. പിണറായി വിജയനെതിരെ ശക്തമായ നീക്കം നടക്കുന്നു. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് പുറത്തു വരികയും ചെയ്തു. ഈ അഭിപ്രായ വ്യത്യാസം, പുറത്തു വന്ന അഭിപ്രായ വ്യത്യാസം ഇപ്പം കൂടുതൽ രൂഢമൂലമാവുകയാണ്, അല്ലെങ്കിൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വിഴിഞ്ഞം ഇടപാടിലൂടെ നടക്കുന്നത്. ഇവിടെയാണ് CPMന്റെ ദിശ തെറ്റിയിരിക്കുന്നത്.
കാരണം സി പി എമ്മിൻ്റെ ആളുകളൊക്കെ തന്നെ അത് ഇ പി ജയരാജനായാലും പി കെ ശ്രീമതിയൊക്കെ ആയാലും അവർ പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. കാരണം ഇത്ര കാലം അവർ എന്താ ചെയ്തത്? അവർ ഇതേ ഓഹരി പങ്കാളിത്തം വാങ്ങിയ MSC കമ്പനിയൊക്കെ ഇവിടെ ക്ഷണിച്ച് വരുത്തിയ ആളുകളാണ്. ഈ അദാനി പോർട്ടിൽ പല പരിപാടികളും അവർ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശബരിമലയെക്കുറിച്ച് പറയുമ്പം അയ്യപ്പ സംഗമം നടത്തിയതുപോലെ ഇവിടെയും അവർ പല പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ഇതിനൊന്നും എതിരായിരുന്നില്ല, അവരൊക്കെ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഇത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതുകൊണ്ട് മാത്രം എല്ലാ നടപടികളെയും എതിർക്കണോ? അങ്ങനെ വരുന്ന സമയത്ത് ഈ നേട്ടത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഒരിക്കലും നമുക്ക് അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് പാർട്ടി ഒറ്റപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പം നേരത്തെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചത് ഒരു സ്റ്റെപ്പ് ബാക്ക് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ തെറ്റുകൾ എന്താണ്, എങ്ങനെ ആ തെറ്റുണ്ടായി എന്ന് പരിശോധിച്ച് ആത്മപരിശോധന നടത്തി സ്വയം വിലയിരുത്തൽ നടത്തി അത് തിരുത്തി മുന്നോട്ട് പോകുന്നതിന് പകരം എവിടെയാണ് പിഴച്ചത് എന്ന് പോലും കണ്ടെത്താൻ കഴിയാതെ പരസ്പരം ആക്രമിക്കുന്ന കാരണം ഒരു പാർട്ടി എന്ന് പറയുന്ന സമയത്ത് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊരു പാർട്ടി ഫോറത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും പരസ്യമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നതാണ് കാണുന്നത്. അങ്ങനെ ഒരു വളരെ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും ജീർണമായ അവസ്ഥയിലേക്ക് ഇതുവരെ മുമ്പൊന്നും ഒരിക്കലുമില്ലാത്ത രീതിയിലുള്ള ഒരു അധപ്പതനത്തിലേക്കാണ് ഇപ്പോൾ CPM നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വിഴിഞ്ഞം പോർട്ടിലെ ഓഹരി കൈമാറ്റവും സംബന്ധിച്ച് പാർട്ടി നേതാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം.